ഹലോ. സോ ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് ഒരു ഒരു ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ദുബായിൽ നടന്ന ഒരു സ്കാമിനെ പറ്റി പറയാനാണ്. സോ 2 ആഴ്ച മുമ്പേ ദുബായിൽ ഒരു ഒരു കമ്പനി ഉണ്ടായിരുന്നു. കമ്പനി ഇൻ ദ സെൻസ് ഒരു ബ്രോക്കർ, ഒരു പോലൊരു സ്റ്റേറ്റ്മെൻറ്റ് കമ്പനി. അവർ അവരുടെ പേര് ഗൾഫ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സ് എന്നായിരുന്നു. അവർ ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് മണി കുറേ പേരുടെ കയ്യിൽ നിന്ന് തട്ടിച്ച് മുങ്ങി. അവരെപ്പറ്റി ഒരു അറിവുമില്ല, ഒരു ഒന്നുമില്ല. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനൊരു സ്കാമ് നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ പൈസകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ കാര്യത്തെപ്പറ്റി. സ്കാം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അവരൊരു 40-50 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അതിനകത്ത് ഇന്ത്യൻസ് ഉണ്ട്, അതുപോലെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ അവർ നേരെ ഫോൺ കോളായിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് ഫോറക്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് അവരുടെ തന്നെ ഒരു പ്ലാറ്റ്ഫോം, അതായത് സിഗ്മ 1 ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ട്രേഡ് ചെയ്ത് ഫോറക്സിൽ അവർക്കൊരു പെർസെൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയും. പെർസെൻറ്റേജ് എന്ന് പറയുമ്പം മാസം 3% തൊട്ട് വർഷം വരുമ്പം ഏകദേശം 36%-ഓളം കോമ്പൗണ്ടായിട്ട് കിട്ടുമെന്നാണ് അവർ വാഗ്ദാനം ചെയ്തത്. അപ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് $1000 ചെയ്യണമെന്ന് പറയും. അപ്പോൾ $1000 മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം പല ആൾക്കാരുടെ ഇതിനകത്ത് പൈസ പോയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഫുള്ളുണ്ടായിരുന്ന സേവിങ്സ് എമൗണ്ടുകൾ ഒക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവരുടെ കാശ് പോയേക്കുന്നത്. അല്ലാതെ പൈസ ഉള്ളവൻ്റെ, കാരണം കാശുള്ള ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ കാശുള്ള ഒരു കോടീശ്വരനോ ഒരിക്കലും ഇങ്ങനൊരു കാര്യത്തിൽ പോയി അവരുടെ പൈസ ഇട്ട് വേസ്റ്റ് ആക്കില്ലല്ലോ. സാധാരണക്കാരാണ് ഈ കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കിയവരുടെ പൈസയാണ് ഈ പോയേക്കുന്നത് മൊത്തം. അപ്പം അവരെന്നിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രോഫിറ്റ് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ ഇവർക്ക് ഒന്നുകൂടെ വിശ്വാസമാവും. അപ്പോൾ ആൾക്കാർ എന്തെടുക്കും, അവരിത് കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ അവർ പിന്നെയും കൂടുതൽ പൈസ എവിടുന്നെങ്കിലുമൊക്കെ കടമെടുത്താണെങ്കിലും കൊണ്ട് അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഒരു മാർച്ച് വരെ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങൾ പോയി. മാർച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് അവരുടെ ഒരു വിവരമോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ ഇല്ല. അവരെ പിന്നെ എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്നുള്ള 2 പേരുണ്ട്. അതായത് ഒരു മുഹമ്മദ്, അതുപോലെ ഒരു ഫയാസ് എന്ന് പറയുന്ന ഒരാളുടെ $75,000 പോയേക്കുന്നതെന്നാണ് ന്യൂസുകളിൽ പറയുന്നത്. അപ്പോൾ അവർ ഇത് അനുസരിച്ച് അന്വേഷിക്കാൻ പോയി നോക്കിയപ്പോൾ ആ പറഞ്ഞ സ്ഥലത്ത്, അതായത് ആ ഓഫീസ് ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ആരുമില്ല. ഒരു റൂം മാത്രമേ ഉണ്ട്, 2 അവിടെ വേറെ കാലിയാണ് മൊത്തം, ഒന്നുമില്ല. ഒരു സിസ്റ്റം പോലും ഇല്ല, ഒരു ഡെസ്കോ ടേബിളോ ഒന്നുമില്ല, വെറും വേക്കൻറ്റ് സ്പേസ് ആണ്. അപ്പോഴാണ് ഇതൊരു ഫ്രോഡാണെന്ന് മനസ്സിലായത്. അതിനെ തുടർന്ന് പിന്നെ ഫർദറായിട്ടുള്ള കുറേ അന്വേഷണങ്ങൾ വന്നപ്പോൾ ദുബായ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ, ദുബായിലെ ഒരു ഫിനാൻഷ്യൽ അതോറിറ്റീസിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയല്ല ഇത് എന്നാണ് അറിയാൻ പറ്റിയത്. അതായത് ദുബായ് ഫിനാൻഷ്യൽ അതോറിറ്റി, അതായത് DFA, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി, ഇതിലൊന്നും രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു കമ്പനിയായിട്ടാണ് പിന്നെ അതിനെപ്പറ്റി അറിയുന്നത്. അപ്പം ഇവർ ഇതിനകത്തിപ്പം കുറേ പേരുടെ പൈസ പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ അവരവരുടെ കഷ്ടപ്പാടുകളുടെയൊക്കെ പൈസ അവിടെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിൽ, മെയ്യിൽ അല്ലെങ്കിൽ മാർച്ചിൽ സംഭവിച്ച കുറച്ച് സ്കാമുകൾ അവിടെ തന്നെ. ഒന്ന് ജോബ് ഫെയർ സ്കാമുകൾ, അതായത് ജോലി ഓൺലൈനായിട്ട് പോസ്റ്റ് ചെയ്ത്, അന്ന് അങ്ങനെ ഒരു ജോലിയോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു അഡ്വാൻസായിട്ട് എമൗണ്ട് മേടിച്ച് പിന്നെ അതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല. അതുപോലെ വാട്സപ്പിൽ, അതിപ്പോൾ ഇന്ത്യയിലും കോമൺ ആണ്, വാട്സപ്പിൽ മീമുകളായിട്ട് ഓരോ ഇമേജസ് വരും. നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കും. അതിനെ തുടർന്ന് നമ്മുടെ അക്കൗണ്ടുകൾ ഹാക്ക് ആക്കപ്പെടുന്നു, അത് നമ്മുടെ പൈസ അക്കൗണ്ടിൽ നിന്ന് പോകുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. സോ ഇതിനെപ്പറ്റി പറയാൻ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇതിപ്പോൾ ദുബായിലെ ആൾക്കാർക്ക് പറ്റിയ പോലെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രധാനമായിട്ടും എനിക്കറിയാവുന്ന 1-2 അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൻഷൻ കിട്ടിയ ആൾക്കാർ, അതായത് റിട്ടയർഡ് ആയ ആൾക്കാർ ഇതുപോലുള്ള പല കാര്യങ്ങളിലും കൊണ്ടുപോയി വലിയൊരു എമൗണ്ട്, അതായത് അവരുടെ ഇത്രയും കാലത്തെ ഈ സർവീസിലെ തുക മൊത്തം കൊണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട്. പിന്നെ നാണക്കേടുകൾ കൊണ്ടും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലീഗലല്ലാത്തത് കൊണ്ടും അവർ പറയാത്തതാണ്. എനിക്ക് നല്ലപോലെ അറിയാവുന്ന ഒരാളുടെ നല്ലൊരു എമൗണ്ട് ഓഫ് പൈസ ഇതുപോലെ പെൻഷൻ കഴിഞ്ഞിട്ട് അവർ കൊണ്ടൊരു പ്രൈവറ്റായിട്ട് ഇതുപോലൊരു കാര്യങ്ങളിൽ ഇടുകയും ആദ്യത്തെ ഒരു 1.5 വർഷത്തോളം അവർക്ക് ഒരു മുടങ്ങാതെ നല്ലൊരു ഇൻട്രസ്റ്റ് കിട്ടി. അതായത് ബാങ്കുകൾ പറയുന്നതിലും ലീഗലല്ലാത്ത നല്ല കൂടിയൊരു ഇൻട്രസ്റ്റ്. അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് അതാണല്ലോ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു പ്രശ്നം, അതാണ് എളുപ്പം പൈസ ഉണ്ടാക്കണം, അതിലാണ്. ഇപ്പം കേരളത്തിനെ മാത്രം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കേരളത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ 1140 കോടി രൂപയാണ് ആൾക്കാരിൽ നിന്ന് ഈ ഒരു ഇനത്തിൽ മാത്രം പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓരോ മാസം നോക്കിക്കഴിഞ്ഞാൽ 300 പേരെങ്കിലും കേരളത്തിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ
പോയി പെടാതിരിക്കുക. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ലീഗലായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം കാശ് നഷ്ടപ്പെട്ടാലും അതിനൊരു ലീഗാലിറ്റി ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ഇത്ര വലിയ എമൗണ്ടുകളാകുമ്പം. അതുപോലെ തന്നെ കൂടുതൽ അറിഞ്ഞിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെയും യൂറോപ്പും വെച്ച് കമ്പയർ ചെയ്താൽ യൂറോപ്പിലുള്ള ആൾക്കാർക്ക് ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു 70-75% മേളിലാണ്. അതേസമയം കേരള ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20-25% ലിറ്ററസി ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ നമ്മുടെ നാടിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ നോക്കി പറ്റിക്കപ്പെടാൻ വേണ്ടി തന്നെ വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി ചാടാതിരിക്കുക. ഇപ്പം ഇങ്ങനൊരു കാര്യം പറഞ്ഞത് ഇപ്പം ഒരാൾ നോക്കുമ്പം അയാളുടെ പൈസ പോയിട്ടില്ല, അല്ലെങ്കിൽ ദുബായിലുള്ള ആരുടെയൊക്കെ പൈസയാണ് പോയേക്കുന്നത്. പക്ഷേ ഇത് ദുബായിലുള്ള പോലെ തന്നെ ആർക്കും എപ്പോഴും സംഭവിക്കാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ പൈസ പോയിട്ടുണ്ടോ എന്ന്. കാരണം അവർക്ക് പറയാൻ പറ്റില്ല, അവർ പറയാതിരിക്കുന്ന, പുറത്ത് പറയാനുള്ള നാണക്കേട് കൊണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യലായിട്ടുള്ളൊരു ഫേമാണ്, ഇപ്പം ഇല്ലീഗലായിട്ടൊരു ടാക്സ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ പൈസ മൊത്തം പോയാൽ ഒരിക്കലും അയാൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അയാൾക്ക് കംപ്ലയിൻറ്റ് ചെയ്താൽ ആദ്യത്തെ കേസ് അയാളുടെ പേരിലാണ്. കാരണം ഇല്ലീഗലായിട്ടുള്ള ഒരു ഫേമിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ പോയി ഇത്രയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന്. അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കുക. അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. സോ താങ്ക് യു.